എന്നോട് ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ട് എന്നോട് ചോദിക്കാൻ അല്ല, മുഖ്യമന്ത്രിയുടെ കൂടെ ഏറ്റവും കൂടുതൽ ഫോട്ടോ കേട്ടോ. അല്ലല്ല, അതിന് പ്രകാശനോട് ചോദിക്കുന്നതിന് മുമ്പോഴും ഈ ഇൻഫർമേഷൻ എല്ലാം ഉള്ള മുഖ്യമന്ത്രിയോടായിരുന്നു ചോദിക്കേണ്ടത്. അത് ചോദിക്കാതെ പ്രകാശനോട് ചോദിച്ചിട്ടുള്ള പ്രതിഷേധം എനിക്കുള്ളൂ. തെരഞ്ഞെടുപ്പിൽ ചെലവഴിക്കാൻ പറ്റുന്ന ഒരു തുകയുണ്ടല്ലോ, മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ. 2 കോടിയെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ വലിയ നിങ്ങളല്ലേ പറയുന്നത്. ഞാൻ ആരൊക്കെ വഴി നിൽക്കുന്ന ഇപ്പൊ ഇടതുമുന്നണി കേട്ടോ. നമ്മളെ രാഷ്ട്രീയ നിങ്ങളെന്ന് ഇറക്കി ഞാൻ പറയാതിരിക്കും. അദ്ദേഹവും അദ്ദേഹം ഈ ആരോപണം ഉന്നയിക്കുന്നവരൊക്കെ ഇടതുമുന്നണിയിൽ CPM മുന്നണി നിൽക്കുന്ന ആളുകളാണ്. അവർക്ക് ആരോപണങ്ങളെങ്കിലും ഉന്നയിച്ചുകൊണ്ടേ ഇരിക്കണം. വസ്തുനിഷ്ഠമായി പറയേണ്ടത് ഞാനാണ്. എനിക്ക് പറയാനുള്ള പറഞ്ഞു, കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അതല്ലേ പറഞ്ഞത്, അതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു. ഇനി അതിന് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനൊരു നിയമപരമായ നടപടി സ്വീകരിക്കാം. അപ്പൊ അതിന്റെ കൗണ്ടർ ഞാൻ കൊടുത്തോളാം. അതല്ല, അത് കൃത്യമായിട്ട് പറഞ്ഞല്ലോ. നമ്മൾ തമ്മിൽ ഒരു മറയില്ല. നമ്മളൊക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളല്ലേ, ഒരു മറയില്ലല്ലോ. ഉള്ളതെല്ലാം ഞാൻ ഇല്ല, അതല്ല പറഞ്ഞല്ലോ. കിട്ടിയത് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. ഇല്ല, അത് പറഞ്ഞല്ലോ. അത് പറഞ്ഞു, അത് തിരിച്ചും കൊടുത്തു. ഇനി അതേ സംബന്ധിച്ച് എന്തെങ്കിലും കിട്ടാനുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങേർക്ക് രേഖാമൂലമായി നിയമപരമായി പരാതി കൊടുക്കാം. ആ പരാതിക്ക് അടിസ്ഥാനമായിട്ട് നിയമപരമായിട്ട് കാര്യങ്ങൾ പിന്നെ ചെല്ലുമ്പോൾ തിരിച്ചു ചെല്ലുമ്പോൾ നിങ്ങൾ കൈരളിയുടെ ആളല്ലേ, ചെല്ലുമ്പോൾ CPM ഓഫീസ് ചെന്ന് പുള്ളി എത്ര തന്നിരുന്നോന്നും ചോദിക്കണം. എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത് പരസ്യമായിട്ട് പറയുന്നില്ല കേട്ടോ, അത് പറയുന്നില്ല. അതെ, അതുകൊണ്ട് എല്ലാ പാർട്ടിക്കാർക്കും പൈസ കൊടുക്കുന്ന ആളായിരുന്നു അദ്ദേഹം. UDF കാരനായിരുന്നെങ്കിലും അന്ന് UDF ആയിരുന്നു, ഇപ്പൊ LDF ആയിരുന്നു. അന്ന് എല്ലാ പാർട്ടിക്കും കൊടുത്തിട്ടുണ്ട്, എല്ലാ പാർട്ടിയും മേടിച്ചിട്ടുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാം. ആയിക്കോട്ടെ, എല്ലാവർക്കും സന്തോഷം. വന്നതിലും അന്വേഷിച്ചതിലും കാര്യങ്ങൾ തിരക്കിയതിനുള്ള നന്ദി. ഓക്കെ.